ജർമ്മൻ ഭാഷയില് ഹാപ്പി ഓണം കേൾക്കണോ? ആ ഒന്ന് പറ, സാറിന്റെ അടുത്ത് ഹാപ്പി ഓണം പറ. Ich wünsche in ein frohes Onam. ഇതിപ്പോ ഇവൻ പറയണല്ലേ ചേച്ചി നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അതൊക്കെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകണല്ലോ. എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആളെ പറ്റിക്കല്ല കേട്ടാ. മനസ്സിലാകണം. ചേച്ചി പറഞ്ഞ സത്യമാണോ? എനിക്കറിയത്തില്ല. ഇവിടെ വലിയ സ്പെഷ്യൽ അല്ല, ഇത് നമ്മുടെ സാധാ നാടൻ അടപ്പായസാണ് ചെയ്തേക്കുന്നത്. ബാങ്കില് ജോലിയുണ്ട്, പിയൂണാ കേട്ടോ. ഇവന്റെ അനിയനും ഉണ്ട്. അവന് BCA പഠിക്കാം. അപ്പം അവന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു NCC ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് പുള്ളിക്ക്. രാഷ്ട്രസേവനം, അതായത് സൈനിക സേവനമാണ് പുള്ളിയുടെ മെയിൻ. ഇവനെന്ന് പറഞ്ഞാല് എന്നാ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ മുതലിനടുക്ക് പോയി ഇരുന്നാ മതി. അതായത് അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല എത്ര തിരക്കിലാണെന്ന്. ഇവിടെ ഇപ്പൊ അവിടെയൊക്കെ നല്ല ഡെക്കറേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് മാത്രം ഒന്നുമില്ല, നമ്മൾ ആപ്പാടെ ഒരു വിഷമത്തിലായി. എന്റെ അമ്മേ, ഇനിയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഇതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് വീട്ടിൽ പോവും. എത്ര വിഷമിക്കുന്നു. സത്യം പറഞ്ഞാൽ 500 രൂപയ്ക്കുള്ള അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് എന്റെ മോന്. അതായത് ഏത് പ്രശ്നത്തെ ഷൂ ആക്കി. ഓക്കെ, അപ്പൊ എന്നെ സാർ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. രാജപത്മം എന്താ? രാജപത്മം എന്ന് പറയുമ്പോൾ സാറേ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് മാങ്ങ ശർക്കര ഇട്ട് ഉണക്കിയതാണ്. ഇപ്പൊ കിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ മാംഗോ എന്ന് പറയുന്നത്, അപ്പൊ അതാണ് രാജ. പിന്നെ പത്മം എന്ന് പറയുമ്പോഴത്തേക്കും റാഗിയും മഖാനയും ചേർത്തിട്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ മഖാന എന്ന് പറയുമ്പോൾ താമരവിത്ത് നമ്മൾ പറയുമ്പോൾ പത്മം അങ്ങനെ ഒരു പേരിട്ടൂന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ ദേശദേവനായ ശ്രീ വേലായുധ സ്വാമിക്ക് സമർപ്പിക്കുകയാണ് ഈ പായസം. ഓക്കെ ഓക്കെ, നോക്കാം. മിൽമ ആനീസ് കിച്ചൻ കുക്കറി കോntest ഓണം പായസം ചലഞ്ച് പവർഡ് ബൈ മൈജി ആൻഡ് ദേവൻ ഫുഡ് പ്രോഡക്ട്സ് ഇൻ അസോസിയേഷൻ വിത്ത് KSFE. അപ്പൊ ദാ നമ്മുടെ കോntest ഓൾമോസ്റ്റ് എൻഡ് ആയിരിക്കാണ്. സാറും ചേച്ചിയും കൂടെ എല്ലാ പായസങ്ങളും ടേസ്റ്റ് ചെയ്തു. വളരെ ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള 10 പായസം. അത്ത മുതൽ തിരുവോണം വരെ നമ്മൾ ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 പായസങ്ങളാണ് തന്നിട്ടുള്ളത്. അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ആയിട്ടുള്ള 10 പായസങ്ങളാണ് കിട്ടിയത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായില്ല അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ എൻഡ് റിസൾട്ട് ആണ് അറിയേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓണം ഇത്രയും മതിയോ? നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മുടെ അമൃതാഘോഷം എന്താ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചേച്ചി, അമൃതാഘോഷം എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പോണല്ലേ ഉള്ളൂ. ഇനി പാട്ട്, ഡാൻസ്, സ്കിറ്റ് എന്തൊക്കെ പരിപാടികളാ. പക്ഷെ നിന്റെ പരിപാടി ഒന്നുമില്ലേ? എന്റെ പരിപാടി ഉണ്ട്, മോഡൽ ഡാൻസ് ഉണ്ട്. ഡാൻസ് അപ്പൊ നമുക്ക് ഡാൻസ് കാണാൻ പോയല്ലോ. കാണാൻ പോവാൻ കോസ്റ്റ്യൂം മാറിച്ച് വരും. അത് വരും. കമോൺ. ഓക്കെ ഗൈസ്, റെഡി?